ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരു പഴമൊഴിയുണ്ട്. ബി ജെ പിയുടെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയാണ്. നാടുനീളെ നടന്ന് വിവിധ പാർട്ടികളിലെ നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്നു എന്ന ചീത്തപ്പേര് ബി ജെ പി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. കേരളത്തിൽ ബി ജെ പിയുടെ വലയിൽ കുടുങ്ങിയ എത്രയോ നേതാക്കൾ. കേരളത്തിൽ പട്ടിണിയും ദുരിതവും ഇല്ലാത്തതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയ മുൻ IAS ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോൾ എവിടെയാണോ എന്തോ. ദേശീയ മുസ്ലിമായി സ്വയം പ്രഖ്യാപിച്ച അബ്ദുള്ള കുട്ടിയെയും കാണാനില്ല. പിന്നെയും ഉണ്ട് ചെറുതും വലുതുമായ നേതാക്കൾ. ഉപയോഗിച്ചു കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് കളയുന്നതാണ് ബി ജെ പിയുടെ ശീലം എന്നൊരു ചീത്തപ്പേര് എന്തായാലും ഉണ്ട്. സഹാവ് EP ജയരാജൻ്റെ കാര്യമാണ് കഷ്ടം. ശോഭാ സുരേന്ദ്രനെ ദല്ലാൽ നന്ദകുമാർ ചൊറിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ കുളം അടിച്ചു കലക്കി നശിപ്പിച്ചു. രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത ബി ജെ പി നേതാക്കളെ എങ്ങനെ വിശ്വസിക്കും? ഇനി ഏതെങ്കിലും നേതാവ് വിശ്വസിച്ച് ബി ജെ പിയുമായി ചർച്ച നടത്തുമോ? സംഗതി എന്തായാലും ഏറ്റവും ക്ഷീണം ബി ജെ പിക്കാണ്. EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന അവകാശവാദം പരസ്യമാക്കിയതിൽ കടുത്ത അതൃപ്തിയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം. മറ്റ് പാർട്ടികളുടെ നേതാക്കൾ പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇനി ബി ജെ പിയുമായി ചർച്ച നടത്താൻ മടിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം അഭിപ്രായപ്പെട്ടതായാണ് റിപ്പോർട്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങളും തുടർച്ചയായി പാളിപ്പോകുന്നതായും കേന്ദ്ര നേതൃത്വത്തിന് അഭിപ്രായമുണ്ട്. ദല്ലാൽ നന്ദകുമാർ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് EP ജയരാജനും ബി ജെ പി നേതൃത്വവും തമ്മിൽ നടന്നുവെന്ന് പറയുന്ന ചർച്ച പുറത്തായത്. ചർച്ച നടന്ന വിവരം ശോഭാ സുരേന്ദ്രൻ പുറത്തുവിടുകയായിരുന്നു. തുടർന്ന് ചർച്ച നടന്നുവെന്നും സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയായിരുന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ പാർട്ടി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ താൻ ജയരാജനെ കണ്ടതായി സമ്മതിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ദല്ലാൽ നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവദേക്കർ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയതായി മാധ്യമങ്ങളോട് EP ജയരാജനും വ്യക്തമാക്കി. ദല്ലാൽ നന്ദകുമാറിൻ്റെ കെണിയിൽ 3 നേതാക്കളും വീണുപോയതായാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിരീക്ഷണം. എന്നാൽ ഇതേ നന്ദകുമാർ ബി ജെ പി ദേശീയ സെക്രട്ടറിയും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുമായ അനിൽ ആൻ്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ പക്വതയോടെ വിവാദം കത്തിപ്പടരാൻ ഇടയാവാതെ വിഷയം കൈകാര്യം ചെയ്തതായും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. സംസ്ഥാന നേതൃത്വം തഴഞ്ഞപ്പോഴും ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് ശോഭാ സുരേന്ദ്രനെ താങ്ങി നിർത്തിയത്. ശോഭാ സുരേന്ദ്രൻ്റെ ജനപ്രീതി തന്നെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യത്തിന് കാരണം. ഈ ഒറ്റ സംഭവത്തോടെ അതെല്ലാം പോയി കിട്ടി. വലിയൊരു പ്രതിസന്ധിയിലല്ലേ അവർ ബി ജെ പിയെ തള്ളിയിട്ടത്? EP കാര്യമാണ് കഷ്ടം. കണ്ണൂർ പുലി ഇപ്പോൾ വെറും എലിയായി മാറി. മുഖ്യമന്ത്രിയും വഴിയെ പോകുന്നവരെല്ലാം തള്ളിപ്പറയുന്ന അവസ്ഥ. പാപിക്കൊപ്പം പോയി പാപം ചെയ്തെന്നാണ് മുഖ്യമന്ത്രി ആലങ്കാരികമായി പറഞ്ഞത്. ഈ പാപിക്ക് CPM മാപ്പ് കൊടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കടുത്ത നടപടിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കാം, ജാഗ്രത കുറവുണ്ടായെന്ന് പറഞ്ഞേക്കാം. അതിനപ്പുറം EP-ക്കെതിരെ CPM ചെറുവിരൽ അനക്കുമെന്ന് തോന്നുന്നില്ല. ഒരു സംസ്ഥാനത്ത് മാത്രം വേരോട്ടമുള്ള ഒരു ദേശീയ പാർട്ടിയെ തീറ്റിപ്പോറ്റുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ടാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ബക്കറ്റ് പിരിവിനൊപ്പം ഇപ്പോൾ ചെലവുകൾ താങ്ങാൻ പറ്റില്ല. ഫണ്ട് പിരിക്കുന്നതിൽ EP-യെ കഴിഞ്ഞേ CPM-ൽ മറ്റാരുള്ളൂ എന്നാണ് പരസ്യമായ രഹസ്യം. അപ്പോൾ പിന്നെ അല്പസ്വല്പം ജാഗ്രത കുറവൊക്കെ ക്ഷമിക്കും. അപ്പോഴും സഹാവ് EP പറയുന്ന ഒരു കാര്യം ദഹിക്കുന്നതേയില്ല. ബി ജെ പിയുടെ ദേശീയ നേതാവ് ആക്കുളം കഴക്കൂട്ടം റോഡ് വഴി വെറുതെ പോകുന്ന വഴിയിൽ EP-യെ കാണണമെന്ന് ഉൾവിളി ഉണ്ടാകുന്നു. ദേശീയ നേതാവ് അപ്രതീക്ഷിതമായി വീട്ടിലെത്തുന്നു. അത്ഭുതപ്പെട്ട് സഹാവിൻ്റെ ബോധം പോകുന്നു. എന്തോന്നൂടെ ഇത്? ഒരുമാതിരി മൂന്നാംകിട തമിഴ് സിനിമയുടെ തിരക്കഥ പോലെ ഉണ്ടല്ലോ. ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. എല്ലാ രാഷ്ട്രീയക്കാരോടും പറയുകയാണ്, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയിൽ നിന്ന് 7% പോളിംഗ് കുറഞ്ഞത്. നിങ്ങളുടെ ചവിട്ട് നാടകം ആളുകൾക്ക് മടുത്തു തുടങ്ങി. സംഗതി കൈവിട്ടു പോകും. അതിനു മുമ്പ് ഇപ്പോഴുള്ള അല്പം പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എങ്കിലും നിലനിർത്താൻ നോക്ക്. BJP-ക്കാരോടാണ്. സാക്ഷാൽ പിണറായി വിജയൻ CPM വിട്ടാലും ഒരു സഹാവും കൂടെ പോകില്ല. അതാണ് CPM. അതൊരു പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു ചിന്താധാരയാണത്. വടക്കേ ഇന്ത്യൻ ഗിമ്മിക്കൊന്നും ഇവിടെ ചെലവാവില്ല.